ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. ആരോഗ്യമേഖലയുടെ വികേന്ദ്രീകരണത്തിന് പ്രാധാന്യം നൽകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബീഹാറിലെ പറ്റ്ന മെഡിക്കൽ കോളേജിന്റെ ശതാബ്ദി ആഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ചെറിയ നഗരങ്ങളിൽ മെഡിക്കൽ സൌകര്യങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ വലിയ ആശുപത്രികളിലെ തിരക്ക് കുറയ്ക്കാനാകുമെന്ന് ശ്രീമതി മുർമു ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങളിൽ കൂടുതൽ ഗവേഷണങ്ങൾ കൊണ്ടുവരണം എന്നും രാഷ്ട്രപതി പറഞ്ഞു. തിരഞ്ഞെടുപ്പ് നടത്തിപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗം അടുത്ത മാസം 4, 5 തീയതികളിൽ ന്യൂഡൽഹിയിൽ ചേരും. ഗ്യാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യ യോഗമാണ് ഇത്. സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന്റെ പ്രായോഗിക അനുഭവങ്ങൾ പ്രതിനിധികൾ യോഗത്തിൽ പങ്കുവയ്ക്കും. സംസ്ഥാനത്തെ 28 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 15 സീറ്റുകളിൽ LDF-നും 12 UDF-നും വിജയം, 3 മറ്റുള്ളവർക്കാണ് ജയം. ആകെ 30 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ശമ്പള വർധന അടക്കമുള്ള ആവശ്യങ്ങൾക്കായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പണിമുടക്കുന്ന ആശാവർക്കർമാർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന് നിർദ്ദേശം. NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇറക്കി. ആശാവർക്കർമാർ പണിമുടക്ക് തുടരുകയാണെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്താൻ മെഡിക്കൽ ഓഫീസർമാർ നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും 2 ദിവസത്തിനുള്ളിൽ നിഗമനത്തിൽ എത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ദക്ഷിണ മേഖല IG ശ്യാം സുന്ദർ പറഞ്ഞു. ഇതുവരെ പ്രതിയെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും വേണ്ട നടപടികൾ കൈക്കൊള്ളുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. അഫാൻ മയക്കുമരുന്നിന് അടിമയാണോ എന്നും പരിശോധന നടത്തും. അതേസമയം കൊല്ലപ്പെട്ട 5 പേരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. വ്യത്യസ്തമായി ചിന്തിച്ചാലും വ്യത്യസ്ത വേഷം ധരിച്ചാലും നമ്മുടെ എല്ലാം സംസ്കാരത്തെ കോർക്കുന്ന ചരടുകൾ എല്ലാം ഒന്നാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തലശ്ശേരി പൊന്ന്യം ഏഴരക്കണ്ടത്തിൽ നടക്കുന്ന പൊന്ന്യത്തങ്കത്തിന്റെ 5ാം ദിനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. നിയമസഭാ സ്പീക്കർ AN ഷംസീർ അധ്യക്ഷനായി. തൊഴിൽ ചെയ്യുന്നതിനൊപ്പം സ്ത്രീകൾ തൊഴിൽ ദാതാക്കളായി മാറേണ്ടതുണ്ടെന്ന് മന്ത്രി വീണ ജോർജ്. എസ്കലേറ 2025 പ്രദർശന വിപണനമേള തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സ്ത്രീ സംരംഭകർക്ക് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 8.5 വർഷത്തിനിടയിൽ വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൌകര്യ വികസനത്തിന് കിഫ്ബി വഴി 1427 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തിരുവനന്തപുരം അരുവിക്കര മണ്ഡലത്തിലെ 3 സ്കൂളുകളിൽ നിർമ്മിച്ച ബഹുനില മന്ദിരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികൾക്ക് സുരക്ഷിതവും പ്രചോദനാത്മകവുമായ പഠനാന്തരീക്ഷം സാധ്യമാക്കുന്നതിനാണ് ഈ നിക്ഷേപം പ്രയോജനപ്പെടുത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. നാളെ മഹാശിവരാത്രി. ആഘോഷങ്ങൾക്കായി സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ ഒരുങ്ങി. ഇന്നു മുതലാണ് ശിവരാത്രി വ്രതം ആരംഭിക്കുന്നത്. നാളെ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും നടക്കും. ശിവരാത്രിയോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചിട്ടുണ്ട്. ശിവരാത്രിയോടനുബന്ധിച്ച് കന്യാകുമാരി ജില്ലയിലെ 12 ശിവക്ഷേത്രങ്ങളിൽ നടക്കുന്ന ശിവാലയ ഓട്ടം ഇന്ന് വൈകുന്നേരം ആരംഭിച്ചു. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്ക് ശിവരാത്രി ദിവസമായ നാളെ സമാപനം. തീർത്ഥാടകർക്ക് ശിവരാത്രിയിലെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 45 ദിവസം നീണ്ടുനിന്ന മേളയിൽ ഇതുവരെ 64,47,00,000 ഭക്തർ പങ്കെടുത്തു. ഇന്ന് മാത്രം 1,11,00,000 പേർ പുണ്യസ്നാനം നടത്തി. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ റാവൽപിണ്ടിയിൽ ഇന്ന് നടക്കേണ്ടിയിരുന്ന ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ഒരു പന്ത് പോലും എറിയാതെയാണ് മത്സരം ഉപേക്ഷിച്ചത്. ഇരു ടീമുകളും ഓരോ പോയിന്റ് വീതം പങ്കിടും. നാഗ്പൂരിൽ നാളെ ആരംഭിക്കുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ കേരളം വിദർഭയുമായി ഏറ്റുമുട്ടും. രഞ്ജി ചരിത്രത്തിൽ ഇതാദ്യമായാണ് കേരളം ഫൈനലിൽ എത്തുന്നത്. കേരള സ്റ്റേറ്റ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത തീരദേശ ഹർത്താൽ നാളെ അർദ്ധരാത്രി മുതൽ മറ്റന്നാൾ രാത്രി 12 വരെയാണ് ഹർത്താൽ. ഈ ദിവസം സംസ്ഥാന വ്യാപകമായി മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകില്ല. ഈ മാസം 28-നകം ഫെബ്രുവരിയിലെ റേഷൻ വിഹിതം വാങ്ങണമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ. നിലവിൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ച് നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് 2025ന്റെ വിജ്ഞാപനം അടുത്ത മാസം 7-ന് പുറപ്പെടുവിക്കുമെന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. പ്രാഥമിക പരീക്ഷയും അന്തിമ പരീക്ഷയും അഭിമുഖവും പൂർത്തിയാക്കി അടുത്ത വർഷം ഫെബ്രുവരി 16-ന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് PSC വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുവാനും ഏകീകരിക്കുവാനും നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് IMA സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിൽ ഇക്കാര്യത്തിൽ വിവേചനം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഉഷ്ണതരംഗത്തിനും സാധ്യതയുള്ളതിനാൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. റമദാൻ മാസത്തിൽ നോമ്പ് തുറയിലും ഇഫ്താർ വിരുന്നുകളിലും ഹരിതചട്ടം പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ ശുചിത്വ മിഷൻ നിർദ്ദേശിച്ചു. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പേപ്പർ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കപ്പുകൾ തുടങ്ങിയവ ഒഴിവാക്കണം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.